പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പുറത്ത് ഗംഭീരമായി മഴ നടക്കല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ പായസം സീരീസിലത്തെ 7ാമത്തെ പായസമാണ് ഇടാൻ പോണത്. അത് ഒരു മിക്സ് ചെയ്തിട്ടുള്ള പായസമാണ്. അതായത് മത്തങ്ങയും പിന്നെ ക്യാരറ്റും കൂടി ചേർന്നിട്ടുള്ള മത്തങ്ങ ക്യാരറ്റ് പായസം. വളരെ എളുപ്പമാണ്. സാധാരണ പോലെ പതിവ് പോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ പോവാണ്. മത്തങ്ങ അങ്ങനെ കഷ്ണങ്ങളാക്കിയത് കണ്ട, നല്ല മൂത്ത മത്തങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ദീപയിപ്പുള്ള കഷ്ണങ്ങളാക്കിൻ്റെ. പിന്നെ സരിത പിടിച്ച പിന്നെ കണ്ട ക്യാരറ്റ് 100 ഗ്രാം, അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വേണ്ട. ഇത്രയ്ക്ക് വന്നത് കുഴപ്പമില്ല. അപ്പം നമുക്ക് തിന്നാനും എളുപ്പമാണ് സാധനം. അപ്പോൾ 300 ഗ്രാം 100 ഗ്രാം ആദ്യം നമ്മൾ ഇവർ രണ്ടുപേരും വേവിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാരറ്റ് സാധാരണ ഒരു പാത്രത്തിൽ ഇട്ട് വേവിക്കുന്നു കേട്ടോ. നമ്മൾ കൂട്ടാൻ വെക്കില്ലേ, അപ്പോൾ ഇങ്ങോട്ട് വേവിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടണില്ല, മൂടി വയ്ക്കണം. ഇനി നമുക്ക് 3 അടുപ്പിട്ട് കേട്ടോ. 3 അടുപ്പിന് നമുക്ക് പ്രയോജനപ്പെടുത്തണം. മത്തങ്ങ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. മത്തങ്ങ കഷ്ണങ്ങളാക്കിയത് കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ, ഒരു അടി പരക്കാനുള്ള വെള്ളം. അടയ്ക്കണോ? ഇനി നമ്മൾ പതിവ് പോലെ ഇത് ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. പതിവ് പോലെയല്ല, ശർക്കരയിൽ അത് വെല്ലത്തിൽ ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പോൾ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് പൊടിയാണ് കേട്ടത്. പൊടിയെ കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുകും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കണം. അടുപ്പത്ത് വയ്ക്കാം. അങ്ങനെ 3 സാധനങ്ങളും ഇതായി കഴിഞ്ഞു. ക്യാരറ്റ് തിളച്ച് തുടങ്ങിയിട്ടാണ് പെട്ടെന്ന് വേവും. നമ്മുടെ ശർക്കര പെട്ടെന്ന് തന്നെ ഉരുക്കും കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ ശർക്കര ഉരുകിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. മത്തങ്ങര ഒരു 2 വിസിലടുപ്പിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്താൽ മതി. പിന്നെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങ വെന്തുണ്ടാവും കേട്ടോ. നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളം വറ്റി, അതോടൊപ്പം തന്നെ ഇത് വെന്തു കേട്ടോ. വെന്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ക്യാരറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ നോക്കിയേ ഉടയും. അപ്പോൾ വരും കേട്ടോ. ഉപ്പില്ലെന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മത്തങ്ങ ഇല്ല കുഴപ്പമില്ല, വെന്തു കേട്ടാ. വെന്ത് അതിന് നമുക്കൊന്ന് വെറുതെ ഇതിലിട്ടിട്ട് തന്നെ വെറുതെ ഉടയ്ക്കുക. രണ്ട് വിസിലടിച്ചിട്ട് സിമ്മിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റായിട്ടാ. ഏത് മത്തങ്ങ ഇപ്പോൾ തന്നെ പായസ പരിവായി. മത്തങ്ങ എന്താ നമ്മൾ പറയില്ലേ, മത്തങ്ങ പായസം എന്ന് പറയില്ലേ. എല്ലാ സാധനവും വെന്ത് കുഴയുമ്പോൾ പായസമായി പറയില്ലേ. ചോറ് വെന്ത് പായസമായി. അരി അല്ല, ചോറ് വെന്തതല്ല, അരി വെന്ത് പായസമായി എന്ന് പറയില്ല, അങ്ങനെയല്ല. അപ്പോൾ അത് ഉടച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉരുളി പതിവ് പോലെ ഉരുളിനടുപ്പത്ത് വയ്ക്കാം. കത്തിച്ചോ. ഇത്രയുള്ള കാര്യം. അടുപ്പത്ത് വെച്ച് ഉരുളി. നമ്മുടെ ഉരുളിയിലത്തെ വെള്ളം വറ്റി, ഇതിപ്പോൾ വറ്റി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുക്കിയ ശർക്കര നീര് ഒഴിക്കണം. ഒന്ന് ഇളക്കണം.
നമ്മുടെ ശർക്കര നീര് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മുടെ ക്യാരറ്റ്, വേവിച്ച ക്യാരറ്റ് 100 ഗ്രാം അത് ഇരിക്കുന്നു കേട്ടോ. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മത്തങ്ങ വേവിച്ചത് ഇടുന്നു. 300 ഗ്രാം. ചില മത്തങ്ങ അത് അലിഞ്ഞോളൂ. പായസം വെച്ച് 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 വിനീത് ഓർക്കത്തിലൊക്കെ കേട്ട് എന്താ പറയാ, വിനീതിന്റെ പായസം വയ്ക്കുന്നു. വിനീത് പഠിച്ചു എന്ത് സാധനം കിട്ടിയാലും പായസം വയ്ക്കില്ലേ. അപ്പൊ ഒരു വൈലിപ്പോ പിന്നെ പായസം വയ്ക്കുന്നതിന്റെ മെത്തേഡുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ സീക്രട്ടുകളും പഠിച്ചില്ലേ. അതൊരു ഗതികേടായിട്ട് തോന്നുന്നുണ്ടേ. സന്തോഷം ഇപ്പൊ കുഴപ്പമില്ല, അതാണ് നമുക്ക് വേണ്ടത്. വിദ്യകള് പഠിക്കണത് സന്തോഷമല്ലേ, ഗതികേടല്ലല്ലോ ഒരിക്കലും. അല്ല, അങ്ങനെയല്ല. ഇതൻ മാത്രം തന്നെയല്ലോ പായസം 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 പായസം. അത് ഇപ്പഴല്ലേ. പക്ഷെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ 10 ദിവസം പായസം വയ്ക്കാൻ തീരുമാനിച്ചു. അതിപ്പോ 10 പേര് കണ്ടാലും 1,00,000 പേര് കണ്ടാലും നമ്മൾ 10 പായസം വെച്ച് തീർക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു കൊടുത്തിട്ടാ. ഇനി ഇതിൽ കിടന്നിട്ട് ഇതിലത്തെ എല്ലാ വെള്ളം വറ്റണം, പതിവ് പോലെ തന്നെ. ബാക്കിയെല്ലാം സെയിം. ഈ മത്തങ്ങയില്ലേ, മത്തങ്ങയിലേക്ക് ക്യാരറ്റിലേക്ക് ശർക്കരയൊക്കെ വരട്ടി ഇങ്ങനെ നല്ല പോലെ പാകാവണമെങ്കിൽ ഒരു 10-12 മിനിറ്റ് പിടിക്കും കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഈ ക്യാരറ്റും അല്ല അതിന് മുന്നേ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ 2 നാളികേരമാണ് എടുത്തുകൊണ്ടിട്ട് ഇരിക്കുക. അപ്പോൾ 2 നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അതിൽ 1-ാം പാല് പിന്നെ 2-3 പാലുകൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശർക്കര നീര് വളരെ കുറച്ച് വെള്ളത്തിലാക്കിയുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ഇത്തിരി ഉണ്ടാവുള്ളൂ, അപ്പൊ പെട്ടെന്ന് പറ്റില്ലേ. ഇതിലത്തെ വെള്ളം പറ്റില്ല, കണക്ക് തന്നെയാണ്. ഇതിലത്തെ വെള്ളം പറ്റണ്ടേ? അല്ല, ശർക്കര നീരിലത്തെ വെള്ളാണല്ലോ ഇത്. അല്ലല്ല, ഈ മത്തങ്ങയില് കുറെ വെള്ളം ഉണ്ട്. മത്തങ്ങയില് കൂടുതൽ വെള്ളം ഉണ്ടാവാ. ഒരു ചെറിയൊരു പൊട്ടിക്കറി. ഈ പായസം വേറൊരു രുചിയായിരിക്കും കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. വേണമെങ്കിൽ ക്യാരറ്റ് നമുക്ക് ഈ മിക്സിയിലടിച്ചിട്ടാ അല്ലെങ്കിൽ ചെയ്തിട്ടൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷെ ഈ പായസം ഈ പായസത്തിന് ഇങ്ങനെ വേണം, നിർബന്ധമാണ്. ചെറുതായിട്ട് ഒരു കടിക്കാനായിട്ട് സാധനം വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ പഴപ്രഥമൻ പോലെയൊക്കെ ആക്കാൻ പറ്റും നമുക്കിത്. ശരിക്കും അങ്ങനെയാണ് തോന്നുന്നു അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവാ അല്ലേ മത്തങ്ങ പായസത്തിന്. മത്തങ്ങ പായസത്തിൻ്റെ അങ്ങനെയാണ്. മത്തങ്ങ കഷ്ണങ്ങളായിട്ട് ഒരിക്കലും കിടക്കില്ലല്ലോ. മത്തങ്ങ അലിഞ്ഞു ചേർന്നു സാധനം സൂപ്പറായില്ലേ ചെറുതെ, കാണുമ്പോൾ തന്നെ കിണ്ണം കാച്ചിണ്ടല്ലേ. ഒരു സ്വല്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികേരം പാല് ഒഴിക്കാം കേട്ടോ. നമ്മുടേത് നന്നായി വരട്ടി വന്നു കേട്ടോ. നോക്കിയേ, ഇത് ഇങ്ങനെ തന്നെ ഒരു അലുവ പോലെ ആക്കാൻ പറ്റും. അതുപോലെ മത്തങ്ങ ക്യാരറ്റ് അലുവ പോലെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം പാലിട്ട 2 നാളികേരത്തിൻ്റെ 2-ാം പാലും 3-ാം പാലും കൂടി ചേർന്നിട്ടുള്ള പാലാണ്. ചെറുതിളക്കേ ഒഴിക്കിട്ടെ. നാളികേരം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിടാം കേട്ടോ. അപ്പം തിളയ്ക്കും. തിളയിലേക്ക് വന്നു തുടങ്ങി.
പായസം കട്ടിയിലേക്ക് എത്തി തുടങ്ങിയിട്ടാ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമായി. ഇത് 2 നാളികേരത്തിൻ്റെ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചാണ് ഇതിലേക്ക് നമ്മൾ ഒരു 5-8 ഏലക്കായ പൊടിച്ചത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് വയ്ക്കണം. പഞ്ചസാര ചേർത്ത് പൊടിച്ച കാരണം കേട്ടോ, ഒരു സ്വല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചു, അത് കാരണമാണ് അങ്ങനെ. നമ്മുടെ പായസം പാകത്തിന് കട്ട് ചെയ്യി. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒന്നാം പാല് നമ്മൾ ഇരിക്കേണ്ട ഒഴിക്കുന്നു കേട്ടോ. ഒരു തുണ്ട് ഈ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ടുള്ള പാലാണിത്. ഇനി നമ്മൾ തിളയ്ക്കണോട് കൂടിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യും. കറക്റ്റ് പാകത്തിന് കട്ടി വന്നു കേട്ടോ. തിളപ്പ് വരാറാവും. പായസം സൂപ്പറായി. അതെ, തിളവ് തുടങ്ങിയിട്ടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നാളികേരം കൊത്താണ് നാളികേരം കൊത്താണ് കാച്ചിടുക ചെറിയതായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരി എന്നല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. നമ്മൾ നാളികേരം വറുത്ത് വരാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സ്വല്പം നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് നാളികേരം കുരുകുരുന്നിനെ അരിഞ്ഞത് ഇടണം കേട്ടോ. നമ്മളിതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരീരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസത്തിൽ ഈ സാധനം കടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്കൊന്നും എടുക്കില്ല. താങ്ക് യു. ഇത് ചില പായസങ്ങളിലാണ് ഇതൊക്കെ ചേർക്കാട്ടോ. എല്ലാ പായസവും ചേർക്കില്ല. പരിപ്പ് പായസത്തിന് പിന്നെ പഴപ്രഥമല്ലേ, അതിനൊക്കെ ഇത് മസ്റ്റാണ്. ഈന്തപ്പഴത്തിന്റെ പായസത്തിൽ നമുക്കിത് ചേർക്കായിരുന്നു അല്ലേ? അണ്ടിപ്പരിപ്പ്. അതിൽ അണ്ടിപ്പരിപ്പാണ് അനുയോജ്യം. ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര ശബ്ദം. അതായത് പാകമായിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഇരിക്കേണ്ട ചെയ്യാം. കാച്ചിട്ടു. ഇനി എല്ലാം ശ്രദ്ധിക്കേണ്ടതാക്കണം. ആഹാ, എന്താ ഭംഗി! നമ്മുടെ മത്തങ്ങ ക്യാരറ്റ് പായസം റെഡി. അങ്ങനെ നമ്മുടെ 7ാമത്തെ പായസം മത്തങ്ങ ക്യാരറ്റ് പായസം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സമയം രാത്രി കുറേ. അമ്മ ഉറങ്ങി. അപ്പം അമ്മയ്ക്ക് പായസം നാളെ കാലത്ത് കൊടുക്കാം. രസമുണ്ട്. പരിപ്പ് പായസത്തിൻ്റെ ടേസ്റ്റ് പോലെ തന്നെയല്ലേ? അത് ഈ നാളികേര കൊത്ത് കളിക്കുന്ന കാരണം സാധനം എങ്ങനെ അടിവെട്ടായിട്ടില്ലേ? അടിപൊളി. അത് കേട്ടാ മതി. സത്യത്തിൽ നമുക്കേ നമ്മളീ പറഞ്ഞ പോലെ 3-4 തരം പായസങ്ങളുണ്ടല്ലോ. അടപ്രധാൻ, പരിപ്പ്, ഗോതമ്പ്, അങ്ങനെയൊക്കെ. അതല്ലാണ്ട് വേറെ പായസങ്ങൾ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ഓരോ സീരീസിൽ ഇപ്പം ഇങ്ങനെ ഓരോ പായസങ്ങളായിട്ട് വയ്ക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഓരോ പിറന്നാളൊക്കെ വരുമ്പോഴേ, ഇപ്പോൾ ജഗ്ഗുവിൻ്റെ പിറന്നാൾ വരുമ്പോഴായാലും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇപ്പോൾ നിന്നില്ലേ, ആ സമയത്ത് അവിടെ വാവേരെ പിറന്നാൾ വന്നു, ശർക്കരയുടെ പിറന്നാൾ വന്നു. അപ്പോഴൊക്കെ നമ്മൾ ഈ പരിപ്പ് വാങ്ങിച്ചുകൊണ്ടിരും, പായസം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പിന്നെ പരിപ്പ് അതൊക്കെ ആലോചിക്കുക. അതായത് ചില പായസങ്ങളുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇപ്പോൾ ക്യാരറ്റ്, മത്തങ്ങ അതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ മിക്കവാറും. അതൊക്കെ പായസമാക്കി മാറ്റാൻ പറ്റും. ഇത്രയും ടേസ്റ്റില്ല. കുമ്പളങ്ങ പായസം വന്നത്തെ
മികച്ചൊരു പായസമല്ലേ? അടിപൊളി പായസം. ഏത് പായസത്തിനെയും വെല്ലുന്ന ഒരു പായസം തന്നെയാണ് കേട്ടോ. വെല്ലുന്നല്ല, അതിനോടൊപ്പം നിൽക്കാം അല്ലേ? അപ്പോൾ ഓണപ്പായസത്തെ 7ാമത്തെ പായസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് വയ്ക്കാൻ പറ്റുന്നവരൊക്കെ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം സരിത. അങ്ങനെ കുടിക്കാൻ നോക്കുമ്പോൾ വായിൽ കിട്ടണ മുഴുവൻ നാളെ രോത്താ. നീ പറഞ്ഞിട്ട് ഇതിൽ നാളെ രംഗത്ത് നമ്മൾ കൂടുതലിട്ടത് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നോ ഒരിക്കൽ. അത് ഞാൻ ഇന്ന് കുറെ കൊണ്ടുവന്ന് കമത്തൊന്നും ഞാൻ വിചാരിച്ചു. നിങ്ങളിപ്പോൾ എത്രയ്ക്ക് ചെയ്യണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഇട്ടാൽ മതിട്ടാ. അപ്പോൾ നിർത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.